നമസ്കാരം. വീണ്ടും മണി പി എച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് ഭയങ്കര ഡൗണിലാണ്. 186 പോയിന്റാണ് ലാസ്റ്റ് നോക്കുമ്പോൾ ഡൗണിലിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 27,700 പോയിരുന്നു. അതിന് ശേഷം എന്ത് നടന്നു എന്ന് എനിക്കറിയത്തില്ല. 25,500 നിയർ ബൈ വന്നിരിക്കുന്നു. എന്നാൽ ഇത് ഒരു 150, 180 പോയിന്റ് മുകളിലിരിക്കുന്നു. ഞാൻ പറഞ്ഞത് 26,500 അല്ലെങ്കിൽ 26,300 പെർമനന്റ് ആയിട്ട് ക്രോസ് ആകൂല എന്ന് പറഞ്ഞായിരുന്നു. 25,500 താഴെ വിളിന്നിരിക്കുന്നു. ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ വെച്ച് പബ്ലിക് സെക്ടർ സ്റ്റോക്കിനെ വാങ്ങി പാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭാരത് ഗോയിൻ IPO ഇട്ടു. അതിൻ്റെ വേലയെല്ലാം തീർന്നു. ലാസ്റ്റ് എന്ത് ന്യൂസ് എന്നാൽ ഇന്ന് പിന്നെ തിരികെയും ഒരു 186 പോയിന്റ് വിളുന്നായിരുന്നു. റിലയൻസ് ഫ്ലാറ്റായിരിക്കുന്നു. HDFC നിയർലി 1-1.5% ഡൗൺ, ഇപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുന്നു. ICICI വന്നിട്ട് 2% ഡൗണ്. ഇന്ന് ബാങ്ക് സ്റ്റോക്കൊക്കെ ഭയങ്കര അടിയാണ്. IT സ്റ്റോക്കിനെ വെച്ചാണ് കുറച്ചെങ്കിലും തൂക്കി വച്ചിരുന്നവർ. ഹിന്ദുസ്ഥാൻ സിംഗ് അടിയാണ്. സംസാരിക്കുമ്പോൾ സിൽവറിൻ്റെ പ്രൈസ് വന്ന് കിലോയ്ക്ക് 2.5 ലക്ഷം വന്നിട്ട് താഴെ പോയിരിക്കുന്നു എന്ന് പറയുന്നു. ബേസിക്കലി സെല്ലിംഗ് പ്രൈസാണ്. ബൾക്കിൽ ഇതാണ് റേറ്റ്. നിങ്ങൾ വിൽക്കാൻ പോയെങ്കിൽ 2,40,000 രൂപ തന്നെ കിട്ടും. ഒരുപാട് എക്സ്പേർട്സ് പറയാൻ തുടങ്ങിയിരിക്കുന്നു സിൽവർ വാങ്ങണ്ട എന്ന്. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ദിവസം കൊണ്ട് പറയുന്നു, യൂസേജ് മാത്രം ഇരുന്നാൽ വാങ്ങിയാൽ മതി. ഇപ്പോൾ മറ്റ് എക്സ്പേർട്സ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർണം രാവിലെ 50 രൂപ കയറിയിരുന്നു. 12,800 അടുത്ത് വന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ട്രാക്കിൽ തന്നെ ഇപ്പോൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ട്രംപ് തിരികെ ഒരു 500% നഷ്ടത്തിന് എടുത്ത് വിടുന്നു. അതേ സമയം അവർ ലുക്മിക് എന്ന് പറയുന്ന അവരുടെ കോമേഴ്സ് സെക്രട്ടറി എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ റെഡിയായിരുന്നു. ഇന്ത്യക്ക് ഗുഡ് ഡീൽ തരാൻ വേണ്ടിയിട്ട് മോദിജി ഫോൺ എടുത്ത് സംസാരിച്ചുണ്ടെങ്കിൽ ഡീൽ തീർന്നിരിക്കും. എന്തുകൊണ്ടാണ് സംസാരിച്ചില്ല എന്ന് നമുക്കറിയുന്നില്ല. ലുക്ബിക് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ജിയോ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡീൽ തീർന്നിരിക്കും എന്നാണ് പറയണത്. ഇത് നമുക്ക് പറയുന്നില്ല. അവര് ഗവൺമെന്റ് സൈഡിലിരുന്ന് മൗനമായിട്ടിരിക്കുന്നു. ഇത് കാരണം എന്തെന്ന് വെച്ചാൽ ടെക്സ്റ്റൈലിൻ്റെ എക്സ്പോർട്ട് സ്റ്റോക്സ് ഒക്കെ ഭയങ്കര അടിയാണ്. സൺ അഡ്വാൻസ് ഫാർമ റിസർച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി ഇരിക്കുന്നു. പാർക്കിന്ന് ആ സൺഫർമേലിന് പിരിച്ചു കൊടുത്തതാണ്. ആ കമ്പനിയിൽ 50% ജോലിക്ക് ടാറ്റ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ഈ 1mg ടാറ്റ കമ്പനി എന്ത് പറയുന്നു എന്നാൽ 500 ഓഫ്ലൈൻ സ്റ്റോർസ് റെഡി ചെയ്യാൻ പോണതായിട്ട് പറയുന്നു. ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ ടാറ്റ കംപ്ലീറ്റ്ലി അകത്തിറങ്ങിയിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ പൗഡറിനെയും ടാറ്റ 1mg ബ്രാൻഡിൽ ഇടാൻ പോണതായിട്ട് പറഞ്ഞായിരുന്നു. അവർ വന്നിട്ട് റീറ്റെയിലിൽ ഒരളവുക്ക് അവർ ഇറങ്ങിയിരിക്കുന്നു. റിലയൻസ് ഈ വർഷത്തിൽ 8% മുകളിൽ സ്റ്റോക്ക് താഴെ വിളിന്നിരിക്കുന്നു. മോട്ടോബായ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ജാനുവരി 2 ആഴ്ചയിൽ തന്നെ റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യാം 12th എന്ന് തോന്നുന്നു. മേ ബി മാർക്കറ്റിൽ എന്ത് പറയുന്നു എന്നാൽ മിസില ന്യൂസ് കാരണം മാർക്കറ്റിൽ ക്വിക്കായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്ത് ഈസ് വെളിയിൽ നിന്ന് നിർത്താമോ എന്ന് നോക്കുന്നു. പക്ഷെ ഇന്നൊരു മാരത്തി താഴെ വീഴുന്നു. അത് ICICI ബാങ്കാണ്. 2% താഴെ വിളുന്നു. കയറിയ തങ്കമേൽ ഇറങ്ങിയിരിക്കുന്നു. ഇതിനെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയും. 7% ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മണപ്പുറമും 4% വിളുന്നിരിക്കുന്നു. ഇതും ബൈയിങ് കൺസിഡറേഷൻ അടുത്ത് വരൂല. ഹൈലി ഓവർ വാല്യൂഡ് ആണ്. നോക്കിയിട്ട് ചുമ്മാ ഇരിക്കേണ്ടത് തന്നെ. ഇന്ന് ഓവറോൾ എല്ലാ സ്റ്റോക്കും എക്സെപ്റ്റ് IT സ്റ്റോക്ക് ഇത്തടിച്ച് വെളിയിൽ തള്ളിയിരിക്കുന്നു. LNT എന്ത് പറയുന്നു വെച്ചാൽ മറ്റ് സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പം ഇന്ത്യയിൽ പുതിയ റിയാക്ടർ ഒരു 30% ചീപ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കെട്ടിക്കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഗ്ലോബൽ ടെൻഡറിന് പോകുമെന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്നാൽ ഇന്ത്യയുടെ അറ്റോമിക് റിസർച്ച് സെൻറ്ററിന് എല്ലാ സ്ഥലങ്ങളിലും സിവിൽ വർക്ക്സും പുതിയ റിയാക്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ജോലിയും LNT ആ കാലം തപ്പി ചെയ്യുന്ന കാരണം LNTയുടെ കയ്യിൽ ഈ കോൺട്രാക്റ്റ് ഇരിക്കുന്നു. ബജാജ് ഇൻഷുറൻസ് എന്ത് പറയുന്നു എന്നാൽ റിലയൻസിൻ്റെ സ്റ്റേക്കിന് ഞങ്ങൾ ഫുള്ളാ വാങ്ങി. 23 സ്റ്റേക്ക് മീതിയിരുന്നു. ഞങ്ങൾ ഫുള്ളാ കാശ് കൊടുത്ത് വാങ്ങി. ഇപ്പോൾ ഇത് വെറും ബജാജ് ഇൻഷുറൻസ് തന്നെ. ഇത് ബജാജ് അലയൻസ് അല്ല. അലയൻസ് രക്ഷപ്പെട്ടു എന്ന് ഓടിപ്പോയി. അലയൻസിൻ്റെ ഒപ്പം ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ ഇതാണ് പോലെയാണ് അവർ നോക്കിയിരിക്കുന്നു. പക്ഷെ ചില ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ 100% FEI ഇട്ടത് കാരണം സ്ട്രെയിറ്റ് അവർ തന്നെ മാർക്കറ്റിൽ ജമ്പ് ചെയ്യും അങ്ങനെ പറയുന്നു. ഇന്നലെ കൈത്തന്നിൽ ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തു. കൈത്തന്നിൽ എന്താണ് ചെറിയ തെറ്റ് ചെയ്തു എന്നാൽ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് അവർ മാനുഫാക്ചർ ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞു. ഇഷ്യലായിട്ട് ലാബ് ഗ്രോ ഡയമണ്ട്സിന് അവർ മാനുഫാക്ചർ ചെയ്യാൻ പോണതില്ല. ട്രസ്റ്റഡ് സോഴ്സസിലിരുന്ന് തന്നെ അവർ വാങ്ങാൻ പോകുന്നു. അതിന് യുവാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ടൈറ്റനിലുള്ള ന്യൂസ്.
ഇന്ന് ടൈറ്റൻ ഫ്ലാറ്റ് എന്നാണ് തോന്നുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരേടിയാ കയറിയിരുന്നത്. ഇത് 3-4% വന്നിട്ട് കറക്ഷൻ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. ഇന്നും കുറച്ച് ഇറങ്ങുവാണെങ്കിൽ അതിനെക്കുറിച്ച് നോക്കാം. നിങ്ങൾ വെനിസുലയെ കൈപ്പറ്റി നിങ്ങൾ പറയുന്നതാണ് ചട്ടം എന്ന് പറഞ്ഞിട്ട് ട്രംപ് എന്ത് പറയുന്നു എന്നാൽ എല്ലാം കച്ച എണ്ണ തോണ്ടുന്നവർ തന്നെ, അങ്ങനെ ചെയ്യുന്നവർ തന്നെ വെനിസുലയ്ക്ക് പോകണം. എന്തെന്ന് വെച്ചാൽ അതാണ് അവർ നാട്ടിന് അവർ ചെയ്യുന്ന ഒരു കൈമാറ്. കാരണം എക്സാൻ എല്ലാവരും അതിൻ്റെ അകത്ത് പോയി എണ്ണ എടുത്ത് ഇന്നും ഡെഫിനറ്റ് ആയിട്ട് എണ്ണ എടുത്ത് അമേരിക്കയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നു. $48 പോയാലും വെനിസുല ഓയിലിൻ്റെ സപ്ലൈ ഒക്കെ മാർക്കറ്റിൽ വന്നാൽ ഇന്നും ഇറങ്ങുമെന്നാണ് അവർ നോക്കിയിരിക്കുന്നു. പോളിറ്റിക്സിൽ ഇറാനിൽ പ്രശ്നം ഓടിക്കൊണ്ടിരിക്കുന്നു. റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ജനങ്ങൾ റോഡിൽ വന്നാണ് തകരാറ് ചെയ്യുന്നു. മുമ്പ് പറഞ്ഞതുപോലെ അടുത്ത കട്ട് ടാർഗറ്റ് അവരാ കൂടെ ഇരിക്കാം. ക്യൂപിഡ് നിയർലി 50% വിழுന്നിരിക്കുന്നു. ആ സ്റ്റോക്ക് വന്നിട്ട് ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോക്ക് എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നു. പിന്നെ അത് 4% കയറിയിരിക്കുന്നു. ട്രാപ്പിൽ പോയി അകപ്പെടേണ്ട. അതിൽ അകപ്പെടുവാണെങ്കിൽ ഭയങ്കര അടി വാങ്ങും. മണപ്പുറം വീഴുന്നതിന് എന്ത് റീസൺ പറയുന്നു എന്നാൽ ബെയിൻ ക്യാപിറ്റലിൻ്റെ ഡീൽ വന്ന് കുറച്ച് ഡിലേ ആവും. റെഗുലേറ്ററി കൺസേൺസ് ആണ്. റെഗുലേറ്റർ സെബിയ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അടുത്തിരുന്ന് അപ്രൂവൽ വരണം. അപ്രൂവലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഓപ്പൺ ഇഷ്യൂ ഒക്കെ ആയിരിക്കുന്നു. കാരണം ഈ റെഗുലേറ്ററി ഡീലിനെ അവർ തീർക്കും. ഇപ്പോൾ ഇരിക്കുന്ന കൺസിഡറേഷൻ റേഞ്ചിൽ ഇല്ല. ഇതിൻ്റെ അടുത്ത് നിങ്ങൾ പോകണ്ട. മുത്തൂട്ടും കുറച്ച് ഹൈ പ്രൈസിലിരിക്കുന്നു. ഇടയിൽ ഒരു ഫാർമസി പ്ലാറ്റ്ഫോം എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ റെഡി ചെയ്യുന്ന വീഗോവീന് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ECS എന്ത് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഹോമിൽ ഇരുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് നിർത്തി ഞങ്ങൾ സംസാരിച്ച് തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻഫോസിസും AWCയും ചേർന്ന് ഒരു വലിയ ഡീൽ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇൻഫോസിസിനെ ക്യാഷ് ആയിട്ടിരിക്കും. വേദാന്ത് അഗർവാൾ എന്ത് പറയുന്നു എന്നാൽ അവരെ മോൻ മരിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തൂത്തുക്കുടിയും അതിനെയും ചേർത്ത് സംസാരിക്കാൻ പറ്റിരിക്കുന്നു. ഒരു വീട്ടിൽ വന്നിട്ട് സങ്കടത്തോടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ഇതുപോലൊന്നും സംസാരിക്കരുത്. മറ്റേ സമയം എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഒരു പേരൻറ്റിന് ഒരു വയസ്സായ ഒരു മോൻ മരിക്കുന്നു എന്നത് അവരുടെ ഹൃദയത്തിൽ ഒരു മാറാതെ ഒരു കാര്യമായിട്ടാണ് ഇരിക്കും. ആ വഴി അവരെ വിട്ട് പോവില്ല. നമ്മൾ തമിഴ്നാട്ടിൽ കലാചാരമൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ഒരു ദുഃഖത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡെഫിനറ്റായിട്ട് അയാത് ചെയ്തത് തെറ്റാണ് തൂത്തുക്കുടിക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരികെ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. പക്ഷെ അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അവരെ തിരികെ ഇങ്ങനെ നമ്മൾ അനാവശ്യമുള്ള വാർത്തകളൊന്നും വിടരുത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ബോർഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഇന്ന് മാലഹത്ത് കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റി 460 പോയിന്റ് താഴെ വിളിഞ്ഞിരിക്കുന്നു. പബ്ലിക് സെക്ടർ ബാങ്ക്സിന് മാത്രം മുകളിലെടുത്തിരിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ കുറച്ച് കയറിയിരിക്കുന്നു. ദുബായ്, അബുദാബി ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ കുറച്ച് കയറിയിരിക്കുന്നു. ഓവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് കുറച്ചിരിക്കുന്നു. നിയർലി $5 ബില്യൺ ഇരുന്ന സ്ഥലത്തിൽ 1.5 ബില്യൺ ആയിട്ട് കുറച്ചിരിക്കുന്നു. ആയിരിക്കുന്നു. ഇന്ത്യക്ക് ഫോറിനിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കുറഞ്ഞിരിക്കുന്നു. ഇതിന് മെയിൻ കാരണം വന്നിട്ട് നമ്മളെ വാല്യുവേഷനാണ്. നിങ്ങൾ വാല്യുവേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയ്ക്കും ഗ്രോത്ത് ഇല്ല. FMCG സെക്ടറും വളരെ വീക്കായിരിക്കുന്നു. ഇന്ന് അതിനെ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുന്നു. IDFC ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ അവരുടെ ഡെപ്പോസിറ്റ് റേറ്റിനെ കുറച്ചിരിക്കുന്നു. നിയർലി 2% കുറച്ചിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ടൈറ്റ് ലിക്വിഡിറ്റി കണ്ടീഷൻ. ബേസിക്കലി ഈ ഹയർ റേറ്റിൽ അവർ കടൻ വാങ്ങി പ്രോഫിറ്റബിളായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയില്ല. ഇത് കാരണം അവർ ഇൻട്രസ്റ്റ് റേറ്റ്സിനെ കുറച്ചിരിക്കുന്നു. ഇത് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ കയറ്റും. വോഡഫോണിന് ഗവൺമെൻറ് ഏജ് റിലീഫ് കൊടുത്ത കാരണം 8% കയറിയിരിക്കുന്നു. ഒരു റിലീഫ് കൊടുത്താൽ മറ്റും പറ്റില്ല. ഈ കാശിനെ അവർ കെട്ടണം. അതിനുശേഷം അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ കാശ് ആവശ്യമാണ്. ഇന്ന് അവർ എയർടെലിനെയും ജിയോയിനെയും പിടിക്കണമെന്ന് പറയുന്നത് വളരെ പാടാണ്. ഇന്നലെ എല്ലാ മെറ്റൽ സ്റ്റോക്കും വീഴുന്നായിരുന്നു. പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്കിൽ വന്ന പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ പിള്ളേരിനൊക്കെ അവർ വിൽക്കുന്ന വില കുറഞ്ഞിരിക്കുന്നു. എൻ്റെ ശേഷം ലാസ്റ്റായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഇന്ത്യ ജനങ്ങൾ എണ്ണപ്പോൾ പറയുന്നതിനെ കേട്ട് $1.25 ബില്യൺ ഗോൾഡ് വാങ്ങിയിരിക്കുന്നു. ETF മൂലമായിട്ട് പോയ മാസം. ഇത് വന്നിട്ട് ഗോൾഡ് ബീസിനെ ചേർത്താണ് പറയുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഫുൾ റാലി ഓഫ് ദി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യാം. റുപ്പി വീക്കൻ ആകും എന്നതിന് ഒരുപാട് ആൾക്കാർ സമ്മതിക്കുന്നു. 94 വരയ്ക്കും പോകുമെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് പറയുന്നു. 94 ഒരു 3-4% ആഡ് ചെയ്യുവാണെങ്കിൽ 97-98 തന്നെ ആ ഒഫീഷ്യൽ പ്രൈസസിൽ കിട്ടും. 94 പോവുകയാണെങ്കിൽ IT ഫാർമ ഇതിനൊക്കെ നല്ല ന്യൂസാണ്. ബോണ്ടിന് ഒരു നല്ല ന്യൂസുണ്ട്.
ഇന്നിരിക്കുന്ന മാർക്കറ്റിൽ. അതുകൊണ്ട് ഈ സമയം അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്ന പട്ടാസ് ലിസ്റ്റിന് 1, 2 എന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ കാശ് നോക്കാം. രാവിലെ വോഡഫോൺ 8% കയറിയിരുന്നു. മാർക്കറ്റ് തീരുന്നതകത്ത് ആ 8%ഉം പോയി. അവസാനം 2% കാറ്റിറക്കി. എന്തുകൊണ്ട് നടന്നു എന്നാൽ ഞാൻ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലേ, ഒന്നും നടക്കൂല എന്ന് അവർ മനസ്സിലാക്കി. TC വന്നിട്ട് 2023 ഒക്ടോബർ വരയ്ക്കും അംഗീകരിക്കുന്നു. ഇന്ന് അതിൻ്റെ താഴെ പോയിരുന്നാലും പോയിരിക്കും. ഇത് ITCനെ കൺസിഡർ ചെയ്യേണ്ട ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ ക്ഷമയോടെ 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ഈ മാസം ഫുള്ളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതിന് ഡിവിഡൻഡ് ഈൽഡിൽ തന്നെ 5.5% മുകളിൽ വരും. ആൽമോസ്റ്റ് FD ഡേറ്റ് വരും. ക്യാപിറ്റൽ അപ്രീസിയേഷനും ഡെഫിനറ്റ് ആയിട്ട് ഇരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വെച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.